നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2026 ആദ്യ ദിവസം പൊളിയാണല്ലോ. ഫുട്ബോൾ ലോകത്ത് നിന്ന് സന്തോഷകരമായ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നെയ്മർ ജൂനിയർ അദ്ദേഹത്തിൻ്റെ പുതിയ കരാറ് ഒപ്പിടുന്നു. ആ വാർത്ത നമ്മൾ കണ്ടു. ഇപ്പോഴിതാ അതുപോലെ വളരെ സുപ്രധാനമായൊരു വാർത്ത. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രൊഫഷണൽ ജാപ്പാനീസ് സ്ട്രൈക്കർ കസുയോഷി മിയൂറ അദ്ദേഹത്തിൻ്റെ പുതിയ കോൺട്രാക്റ്റ് ഒപ്പിട്ടിരിക്കുന്നു. പുതിയ ക്ലബിലേക്ക് അദ്ദേഹം പോകുന്നു, ഫുക്കുഷിബ യുണൈറ്റഡ് FC-യിലേക്ക്. ഇതൊക്കെ ആര് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത കേൾക്കാതിരിക്കേണ്ട, ഇത് അത്യപൂർവമായ സംഭവമാണ്. കാരണം ഈ താരത്തിൻ്റെ പ്രായം നിങ്ങൾക്കറിയോ? 59 വയസ്സാണ്. ഫെബ്രുവരിയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 59 വയസ്സാവും, വരുന്ന ഫെബ്രുവരിയിൽ. ഇത്രയും പ്രായം കൂടിയ ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ഇല്ല. ജാപ്പാനീസ് ജെ ലീഗിൽ 3rd ഡിവിഷനിലാണ് ഫുക്കുഷിബ യുണൈറ്റഡ് FC കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ക്ലബിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്. ഓൾഡസ്റ്റ് പ്രൊഫഷണൽ ഫുട്ബോൾ പ്ലെയർ ഇൻ ദി വേൾഡ്. അതാണ് കസുയോഷി മിയൂര. അദ്ദേഹമാണിപ്പോൾ 1 വർഷം കൂടി കളിക്കാൻ പുതിയ കോൺട്രാക്റ്റ് ഒപ്പിട്ടിരിക്കുന്നത്. ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയണം, ഏതെങ്കിലും ഒരു കളിക്കാരനല്ല, വെറുതെ ഇങ്ങനെ പ്രായം കൂടിയിട്ട് ഇങ്ങനെ പേര് കിട്ടാൻ വേണ്ടിയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളല്ല. ജപ്പാന് വേണ്ടി അന്താരാഷ്ട്ര ഫുട്ബോളിൽ 89 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 1990 മുതൽ 2000 വരെയുള്ള കാലഘട്ടത്തിൽ 55 ഗോളുകളും അടിച്ചിട്ടുണ്ട്. ഫുട്സാലിലും അദ്ദേഹം കളിച്ചിട്ടുണ്ട്, ജപ്പാന് വേണ്ടി 6 കളികൾ. ഇനി അദ്ദേഹത്തിൻ്റെ കരിയർ ഒന്ന് കേൾക്കണം. അദ്ദേഹത്തിൻ്റെ ജനനം 1967 ജപ്പാനിൽ ജനിച്ചയാളാണ്. 15-ാമത്തെ വയസ്സിൽ ഒറ്റയ്ക്ക് ബ്രസീലിലേക്ക് ട്രാവൽ ചെയ്തു. കുടുംബം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതല്ല, അവിടെ പോയിട്ട് ബ്രസീലിൽ ഫുട്ബോൾ കളിക്കണം എന്ന ആഗ്രഹത്തിൽ അദ്ദേഹം ബ്രസീലിലേക്ക് 1985 ട്രാവൽ ചെയ്യുന്നു. എന്നിട്ടോ അവിടെ അദ്ദേഹം കയറിക്കൂടുന്ന 1982 85 1982 ബ്രസീലിലേക്ക് ട്രാവൽ ചെയ്യുന്നു. അവിടെ അദ്ദേഹം കയറിക്കൂടുന്ന ക്ലബ്ബുകൾ നോക്കണം. സീനിയർ കരിയർ ആരംഭിക്കുന്നത് 1986 സാൻഡോസിലൂടെയാണ്. പെലെ കളിച്ച, നെയ്മർ കളിച്ച സാൻഡോസിലൂടെ 1986 അദ്ദേഹം കളി ആരംഭിക്കുന്നു. അവിടെ നിന്ന് അദ്ദേഹം അടുത്ത ക്ലബ്ബ് ഏതാണെന്നറിയോ? പാൽമിറാസ്. ബ്രസീലിലെ പ്രധാന ക്ലബ്ബുകളിൽ ഒന്ന് പാൽമിറാസിലേക്ക്. എൻട്രിക്കിനെയും എസ്റ്റവായോ വില്ലിനെയും ഒക്കെ ഉണ്ടാക്കിയ അതേ പാൽമിറാസിലേക്ക്, അവിടെയാണ് അവൻ കളിച്ചത്. ഗബ്രിയൽ ഹീസസിൻ്റെ പാൽമിറാസ്. അങ്ങനെ പറയുമ്പോൾ ഒരുപാട് വമ്പൻ താരങ്ങളെ നമുക്ക് പറയാനുണ്ടാകും. 1986 പാൽമിറാസിൽ, 86 സാൻഡോസിൽ. ആ വർഷം പകുതിയോടുകൂടി അദ്ദേഹം പാൽമിറാസിലേക്ക് പോകുന്നു. അവിടെ പിന്നെ ബ്രസീലിൽ പല ക്ലബ്ബുകൾക്ക് വേണ്ടി അദ്ദേഹം കളിച്ചു. CRBക്ക് വേണ്ടിയിട്ടും കോർട്ടിബക്ക് വേണ്ടിയിട്ടും ഒക്കെ കളിച്ചു. സാൻഡോസിന് വേണ്ടി വീണ്ടും 89-90 കാലഘട്ടത്തിൽ അദ്ദേഹം കളിച്ചു. അതിനുശേഷം അദ്ദേഹം ജപ്പാനിലേക്ക് മടങ്ങിയെത്തിയതിന് ശേഷം പിന്നെ അദ്ദേഹം ശ്രമിക്കുന്നത് എന്താണെന്നറിയോ? യൂറോപ്പ് പോയി കളിക്കാനാണ്. ജിനോവയിലേക്ക് അദ്ദേഹം ലോണിൽ പോകുന്നു. 1994-95 സീസണിൽ ഇറ്റാലിയൻ സീരിയയിൽ ജിനോവയ്ക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി അദ്ദേഹം പോകുന്നു. സീരിയ കളിക്കുന്ന ആദ്യത്തെ ഈസ്റ്റ് ഏഷ്യൻ പ്ലെയർ ആയിട്ട് അദ്ദേഹം മാറുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും ജപ്പാനിലേക്ക് മടങ്ങിയെത്തിയിട്ട് ഒരിക്കൽ കൂടി യൂറോപ്പിലേക്ക് പോകുന്നുണ്ട്. അത് ഡൈനാമോ സെഗ്രബിന് വേണ്ടി കളിക്കാനാണ്. 1999 ക്രൊയേഷ്യൻ ക്ലബ്ബായിട്ടുള്ള ഡൈനാമോ സെഗ്രബിന് വേണ്ടി കളിക്കാൻ അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നു. പിന്നെ ജപ്പാനിലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകൾക്കൊക്കെ കളിച്ചിട്ടാണ് ഇപ്പോൾ ഈ 59-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ഒരു 3rd ഡിവിഷൻ ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും കിങ് കസു എന്നറിയപ്പെടുന്ന കസുയോഷി മിയൂറ ഫുട്ബോൾ ലോകത്തിന് ഒരു ഇൻസ്പിറേഷനാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.